വെൽക്കം ടു ട്രൈ റൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ്. വൺ ഡേ ചാർട്ടിൽ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒരു ബുള്ളിഷ് മൂവ്മെന്റിലേക്കുള്ള തയ്യാറെടുപ്പാണ്. ഇവിടെ നോക്കിയാൽ കാണാം ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം മോശമില്ലാത്തൊരു റെസിസ്റ്റൻസ് ഏരിയയാണ്. അതിനെ റെസിസ്റ്റൻസ് ആയിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ടൊരു പുൾ ബാക്ക് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട്. അതിനൊരു സപ്പോർട്ടായിട്ടും മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട രണ്ട് ഏരിയാസ് വൺ ഡേ ചാർട്ടിലുള്ളത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇന്ന് ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും വരാത്ത ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വലിയ മൊമെന്റുകൾ, അതായത് വലിയ സ്പൈക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. എന്നിരുന്നാലും ട്രെൻഡ് കണ്ടിന്യൂവേഷനും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എനിവേ, ഇതാണ് ഇന്നത്തെ ന്യൂസിന്റെ സ്റ്റാറ്റസ്. ഇനി നമുക്ക് വീണ്ടും ചാർട്ടിലോട്ട് തന്നെ പോവാം. ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് മാർക്കറ്റ് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയിലാണ്. റെസിസ്റ്റൻസ് ഏരിയ മാത്രമല്ല, ഇവിടെ ഒരു ഇംബാലൻസ് കൂടി ഉണ്ട്. ആ ഒരു ഇംബാലൻസിൽ നിന്നാണ് മാർക്കറ്റ് ഇപ്പോൾ ഒരു റിയാക്ഷൻ കാണിക്കുന്നത്. അപ്പോൾ 1 അവറിന്റെ ചാർട്ടിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിയാക്ഷൻ കാണിക്കുന്നുണ്ട്. അത് റിജക്ഷൻ ആയി വരികയാണെങ്കിൽ, നല്ലൊരു റിജക്ഷൻ ക്യാൻഡിലായി വരികയാണെങ്കിൽ ഒരുപക്ഷെ മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങുമെന്ന് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ കാണാം, 1 അവറിൽ ഒരു ട്രെൻഡ് ലൈനെ കൃത്യമായി റെസ്പെക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ വീണ്ടും ഒരിക്കൽ കൂടി ഈ ട്രെൻഡ് ലൈനിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അത് വരണമെങ്കിൽ ഒരു റിയാക്ഷൻ ക്യാൻഡിൽ, ഇപ്പൊ കാണിക്കുന്ന റിയാക്ഷൻ ക്യാൻഡിലോ റിജക്ഷൻ ക്യാൻഡിലായിട്ടോ അല്ലെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിൽ വലിയ റിജക്ഷനോ കിട്ടുകയാണെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ വരെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി 1 അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്താണ്. നോക്കിയാൽ കാണാം ഈ രണ്ട് ഏരിയ എന്ന് പറയുന്ന റെസിസ്റ്റൻസ് എടുത്തതാണ്. അതുപോലെ തന്നെ 1 അവറിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഡേയുടെ ഏരിയ ആണ്. അതായത് ഇവിടെ നോക്കിയാൽ കാണാം ഈ മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ വന്നിട്ട് റിജക്ഷൻ എടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലും വന്നിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി അവിടേക്ക് വരും എന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു വലിയ റിയാക്ഷൻ ക്യാൻഡിലോട് കൂടി വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും താഴോട്ടേക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അത് എവിടേക്കൊക്കെ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിനുവേണ്ടി 50 മിനിറ്റ്സിലോട്ടാണ് പോകുന്നത്. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം മുകളിൽ നിന്ന് നല്ലൊരു റിയാക്ഷൻ തന്നു. അതിന് കണ്ടിന്യൂവേഷൻ ആയിട്ട് രണ്ട് റിജക്ഷൻ ക്യാൻഡിലുകൾ, അതല്ലെങ്കിൽ താഴോട്ടേക്ക് ഒരു ബെയറിഷ് ക്യാൻഡിൽസ് തന്നു. പക്ഷെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ 50 മിനിറ്റ്സിലോട്ട് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് കുറച്ചും കൂടി താഴോട്ടേക്ക് വരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വരച്ചിരിക്കുന്ന ലൈൻ, ഈ ഒരു ലൈനിന്റെ താഴെ നല്ലൊരു ക്യാൻഡിൽ ക്ലോഷർ വന്നു കഴിഞ്ഞാൽ ഒന്ന് താഴോട്ടേക്ക് വരാം. അപ്പോൾ വരുമ്പോഴും നോക്കിയാൽ കാണാം ഈ ഒരു ട്രെൻഡ് ലൈനെ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഏറെക്കുറെ വരുന്നത്. അപ്പോൾ അതൊന്ന് ഓർമ്മയിലിരിക്കുന്നത് നല്ലതാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ 50 മിനിറ്റ്സിന്റെ എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് കാണുന്ന ഓൾ ടൈം ഹൈയുടെ മുകളിലാണ് ഒരു എൻട്രി സാധ്യത, ബൈ എൻട്രി സാധ്യത കാണുന്നത്. അതിന്റെ ഉള്ളിലുള്ളതെല്ലാം ഒരുപക്ഷെ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷനിൽ നിൽക്കും. പ്രത്യേകിച്ച് ന്യൂസുകളോ മറ്റോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് ഒരു കൺസോൾട്ടേഷനിൽ നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ബൈ എൻട്രി എന്ന് പറയുന്നത് അതിന്റെ മുകളിലായിട്ട് വരും. ഇനി സെൽ എൻട്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെൽ എൻട്രിയുടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ലെവലിന്റെ താഴെയായിട്ട് വരും. അപ്പൊ ഇങ്ങനെയാണ് രണ്ട് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇനി മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഒരുപക്ഷെ മാർക്കറ്റ് നേരത്തെ താഴോട്ടേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ പറഞ്ഞ പോലെ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് എടുത്ത് ഇവിടെ നിന്ന് നല്ലൊരു സ്ട്രോങ് ക്യാൻഡിലൊക്കെ കിട്ടുകയാണെങ്കിൽ ഏറെക്കുറെ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ ഈ ഒരു ഹൈയിലേക്കൊക്കെ നമുക്ക് ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, മാർക്കറ്റ് ഒരുപക്ഷെ കൺസോൾട്ടേഷൻ ആവാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് ന്യൂസുകളും മറ്റും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ നല്ല ബ്രേക്ക് ഔട്ട് കിട്ടുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നാൽ പോലും ഒരുപക്ഷെ അത് ഫേക്ക് ബ്രേക്ക് ഔട്ടുകൾ ആവാനും സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലുള്ള പ്രീ മാർക്കറ്റ് അനാലിസിസ്. എൻട്രി എടുക്കുന്ന ആളുകൾ എല്ലാവരും സൂക്ഷിച്ചും കണ്ടും തന്നെ എൻട്രി എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.